അർജുൻ മട്ടന്നൂരിലേക്കാണ്. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം എവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ്? ക്രിസ്ത്യൻ ബെൽറ്റിൽ വിള്ളൽ വീഴ്ത്താൻ PV അൻവറിന് കഴിയുമെന്നുള്ളതാണ് PV അൻവറിന്റെ ആത്മവിശ്വാസം. അപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം ഏത് രൂപത്തിലാണ്? ഓരോ ഭാഗത്തേക്കും ഏതൊക്കെ നേതാക്കൾ നീങ്ങിയിരിക്കുന്നു അർജുൻ? സ്മൃതി, ഇപ്പോൾ എടക്കര പഞ്ചായത്തിലെ ഉദിരകുളം മേഖലയിലാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം നടത്തുന്നത്. പഞ്ചായത്ത് തല പ്രചരണം അല്പസമയം മുമ്പാണ് തുടങ്ങിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഈ മേഖലയിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് 2 പഞ്ചായത്തുകൾ, അതായത് എടക്കര, അതോടൊപ്പം തന്നെ കരുളായി എന്നീ പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥി എത്തുന്നത്. വാഹന പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ വോട്ടർമാരോട് വോട്ട് തേടുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ അദ്ദേഹത്തിന് സ്വീകരണമുണ്ട്, അവിടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. പരമാവധി ഇടങ്ങളിലെത്തി നേതാക്കളും വോട്ട് തേടുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ രാവിലെ പല മേഖലകളിലും എത്തി വോട്ടർമാരോട് അദ്ദേഹത്തിന് വേണ്ടി, ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് തേടുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുണ്ട്. അത്തരത്തിൽ പരമാവധി നേതാക്കളെ മണ്ഡലത്തിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖല, അതായത് ഈ എടക്കര പഞ്ചായത്ത്, പ്രത്യേകിച്ച് ഈ മേഖലയിൽ അത്തരത്തിൽ കാട്ടാന ശല്യം, അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യമൊക്കെ തന്നെ രൂക്ഷമായ ചില മേഖലകളുണ്ട്. അവിടെയൊക്കെ തന്നെ അത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഉള്ള വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടാണ് സർക്കാരിനെതിരെ വലിയ പ്രചാരണം നടത്തുന്നത്. എന്തായാലും PV അൻവർ ഒരു ഫാക്ടർ അല്ല എന്ന് തന്നെയാണ് UDF നേതാക്കളൊക്കെ തന്നെ ഒന്നടങ്കം പറയുന്നത്. LDFും UDFും തമ്മിലാണ് മത്സരം എന്ന് ആവർത്തിക്കുകയാണ് നേതാക്കൾ. ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം തുടരുകയാണ്. അദ്ദേഹം ഇപ്പോൾ വോട്ടർമാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ശരി. ദീപക് മലമേലേക്ക്. ദീപക്, ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? ഇന്നിപ്പോൾ NDA കൺവെൻഷനാണ്. നേരത്തെ അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞതിൽ നിന്ന്